അസ്സലാമു അലൈക്കും. തബ്ലീഗ് ജമാഅത്ത് അത് വഹാബിസം തന്നെയാണ് എന്നതിൻ്റെ രണ്ടാം പാർട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. വഹാബികൾ പറഞ്ഞ അതേ ആശയങ്ങൾ തബ്ലീഗ് ജമാഅത്തിനുണ്ട് എന്ന് കഴിഞ്ഞ ഒന്നാം വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. ബറക്കത്തെടുക്കുക എന്ന വിഷയം, വഹാബികൾ അത് ശിർക്കാണ്, അത് കുഫറാണ്. അദൃശ്യജ്ഞാനങ്ങളിലൂടെ അനുഗ്രഹം പ്രതീക്ഷിച്ച് അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുക, ബറക്കത്തെടുക്കുക, പുണ്യം പ്രതീക്ഷിക്കുക, ഇതെല്ലാം ശിർക്കാണ്, കുഫറാണ്, അത് ചെയ്യുന്നവരൊക്കെ മുശ്രിക്കുകളാണ് എന്ന് എഴുതുകയും പ്രസംഗിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവരാണ് വഹാബികൾ. തബ്ലീഗ് ജമാഅത്തുകാർ പറയും ഞങ്ങൾക്ക് അങ്ങനൊന്നുമില്ല. എന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ ആ മലയാള പുസ്തകമടക്കം അവരുടെ ഉറുദുവിലുള്ള പുസ്തകത്തിലെല്ലാം അവർ കൃത്യമായി ബറക്കത്തിനെ എതിർക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തഖ്വിയത്തുൽ ഈമാൻ, ഇസ്മായിൽ ദഹ്ലവിയുടെ അവരുടെ ഏറ്റവും വലിയ പ്രമാണം എന്ന് അവർ തന്നെ പുകഴ്ത്തി പറഞ്ഞ തഖ്വിയത്തുൽ ഈമാൻ, ആ തഖ്വിയത്തുൽ ഈമാനിൽ പറയുന്നത് കാണാം, यानी किसी मुतबर्रक मकान के ज़ियारत के लिए जाना न जायज़ है. मस्जिद अक़सा और मस्जिद नबवी के ज़ियारत के लिए जाना जायज़ है. മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ നബവി, മസ്ജിദുൽ ഹറാം തുടങ്ങിയ 3 പള്ളികൾ, ആ പള്ളികളിലേക്കല്ലാതെ വേറെ ഒരു പള്ളിയിലേക്കും ഒരു സ്ഥലത്തേക്കും ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഏത് സ്ഥലം സന്ദർശിക്കലും അനുവദനീയമല്ല, അത് പാടില്ല എന്ന് കൃത്യമായി തഖ്വിയത്തുൽ ഈമാൻ അവർ എഴുതി വെക്കുകയാണ്. ഇനി ഇസ്തിഗാസയെ എതിർക്കുന്നു നോക്കൂ നിങ്ങൾ. ഇതേ തഖ്വിയത്തുൽ ഈമാനിൽ ഇസ്തിഗാസ ശിർക്കാണ്. അതിൻ്റെ തഖ്വിയത്തുൽ ഈമാനിൻ്റെ അറബി പതിപ്പ് 31, 32, 33 അറബിയിലേക്കുള്ള ട്രാൻസ്ലേഷനാണ്. ഇനി തഖ്വിയത്തുൽ ഈമാൻ സിയാറത്ത് യാത്ര അത് കൃത്യമായി ശിർക്കാണ് എന്ന് ഇതേ പുസ്തകത്തിൻ്റെ 80ാമത്തെ പേജിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ ഇസ്തിഗാസ, സുന്നികൾ ചെയ്യുന്ന ഇസ്തിഗാസ, തവസ്സുല്, ഖബർ സിയാറത്ത് ഇതൊക്കെ ശിർക്കും കുഫറുമാണ് എന്ന് വഹാബികൾ പറയുന്ന അതേ വാദം തബ്ലീഗ് ജമാഅത്തിനും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവർ നമ്മുടെ കൂടെ കൂടിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വിശ്വാസമില്ല, ഞങ്ങൾ നിസ്കരിപ്പിക്കുന്നൊരു പാർട്ടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ജനങ്ങളെ പറ്റിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഇവരുടെ കൂടെ കൂടിയാൽ ഹദ്ദാദ് ചൊല്ലുന്ന ഒരാളെ എങ്ങനെ അവനെ ഹദ്ദാദ് ചൊല്ലാതിരിക്കാനുള്ള മാർഗം അതാണ് തബ്ലീഗ് ജമാഅത്ത് സ്വീകരിക്കുന്നത്. എങ്ങനെയാണത്? 1ാമത്തെ ക്ലാസ്സിൽ പറയും ദിക്റിൻ്റെ ഫളായിൽ പറയും, ദിക്ർ നമ്മൾ എപ്പോഴും ദിക്ർ ചൊല്ലുന്നവരാവണം. 2ാമത്തെ ക്ലാസ്സിൽ പറയും സ്ഥിരപ്പെട്ട ദിക്റുകളെ ചൊല്ലാൻ പാടുള്ളൂ. 3ാമത്തെ ക്ലാസ്സിൽ പറയും നിങ്ങൾ തൊന്ന ഹദ്ദാദുകളിൽ സ്ഥിരപ്പെട്ട ദിക്റുകളൊന്നുമില്ല, അങ്ങനെ ഹദ്ദാദ് വേണ്ട എന്ന് നേരെ പറയാതെ വളഞ്ഞ് മൂക്കുപിടിച്ച് ഹദ്ദാദ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വിഭാഗമാണ് തബ്ലീഗ് ജമാഅത്ത്. ഇങ്ങനെയാണ് അവരുടെ ഓരോ പ്രവർത്തനവും. എന്നാൽ ഇവരുടെ ആശയങ്ങളിലേക്ക്, ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഇത്തരം വ്യതിചലനങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ കഴിയും. ഫത്താവ റഷീദിയയുടെ 62ാമത്തെ പേജിൽ യാ റസൂലല്ലാ പുകാർന, യാ റസൂലല്ലാ എന്ന് വിളിക്കാൻ തന്നെ പാടില്ല, അത് ശിർക്കാണ്, തെറ്റാണ് എന്നവർ പറയുന്നുണ്ട്. സഹായിക്കണേ എന്നല്ല, യാ റസൂലല്ലാ എന്ന വിളി പോലും പറ്റില്ല എന്നാണ് തബ്ലീഗ് ജമാഅത്ത് പറയുന്നത്. നമ്മൾ നടത്തുന്ന ആണ്ടുകൾ, ബദരീങ്ങളെ ഉറൂസ്, ബദരീങ്ങളെ ആണ്ട്, അതുപോലെ അജ്മീർ ഉറൂസ്, ഇങ്ങനെ തുടങ്ങിയ മഹാന്മാരുടെ ആണ്ട് കഴിക്കുന്നതിനെ ശക്തമായി ഇവർ ബിദ്അത്തായിട്ട് ഇതേ പുസ്തകത്തിൽ മലയാള ദൈവബന്ധു പണ്ഡിതന്മാർ നവോത്ഥാന ശില്പികൾ എന്ന പുസ്തകത്തിൻ്റെ 156ാമത്തെ പേജിൽ അവർ ഇത്തരം ആണ്ടുകളെ അവർ എതിർക്കുന്നുണ്ട്. 155 പേജിൽ ഇത്തരം മഖ്ബറകളെ തകർക്കണം, വഹാബികൾ തകർക്കണമെന്ന് പറയുകയും തകർത്ത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതേ ആശയം തബ്ലീഗ് ജമാഅത്തിനും ഉണ്ട്. ഇതുപോലെ മൗലിദ് പാടില്ല, അത് ശിർക്കാണ്, തെറ്റാണ് എന്ന ഫത്താവ റഷീദിയയുടെ 130ാം പേജ്, നേരത്തെ പറഞ്ഞ മലയാള പുസ്തകത്തിൻ്റെ 244, 245 പേജ്, മൗലിദ് നമ്മൾ തോന്നുന്ന മങ്കൂസ് മൗലിദ്, ഷറഫലനാം അടക്കമുള്ള മൗലിദുകളൊന്നും പാടില്ല എന്ന് തബ്ലീഗ് ജമാഅത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അവസാനമായി ഒരു കാര്യം കൂടി ഞാൻ അടിവരയിട്ട് പറയുകയാണ്. സുന്നികൾ ചെയ്യുന്ന
ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, വഹാബികൾ ഏതെല്ലാം ശിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ശിർക്കാണ് എന്ന് ഇവരും പറയുന്നുണ്ട്. ഒരൊറ്റ ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കുത്തുബിയത്ത്, മുഹീദ്ദീൻ മാല തുടങ്ങിയ അജ്ഞാത കൃതികൾ യഥാർത്ഥത്തിൽ ആരുടെ സൃഷ്ടികളാണ്? ഇതൊക്കെ ശിർക്കും കുഫറുമായിട്ടാണ് തബ്ലീഗ് ജമാഅത്ത് ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ നോക്കൂ, മുഹീദ്ദീൻ മാല എന്ന അജ്ഞാത കൃതി, മുഹീദ്ദീൻ മാല ആരാണ് ഉണ്ടാക്കിയത്, അത് ഉണ്ടാക്കിയത് എവിടെ നിന്നാണ് എന്ന് കൃത്യമായി മുഹീദ്ദീൻ മാലയുടെ തുടക്കത്തിൽ തന്നെ വിവരിച്ചിട്ടുണ്ട്. അതുപോലും ഒന്ന് വായിച്ചു നോക്കാതെ ഏതോ അജ്ഞാത കൃതി എന്ന് മുഹീദ്ദീൻ മാലയെക്കുറിച്ച് പറയുകയാണ് ഇല്ലേ? മഹാനായ ഖാദി മുഹമ്മദ് അവറുകൾ ഞാനാണിത് രചിച്ചത് എന്ന് മുഹീദ്ദീൻ മാലയിലില്ലേ? അവർ ചൊന്ന ബൈത്തിനും ബഹിജ കിതാബിനും അങ്ങീന തെക്കിമീല തന്നിന്നും കണ്ടോവർ, എവിടെ നിന്നാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ എടുത്തത് എന്ന് പോലും ഖാദി മുഹമ്മദ് അവറുകൾ അതിൽ പറയുന്നുണ്ട്. എന്നിട്ട് അജ്ഞാത കൃതി എന്നതിലേക്ക് അതിനെ തള്ളിമാറ്റി പാരമ്പര്യ മുസ്ലിമീങ്ങൾ കൊണ്ടു നടന്ന മുഹീദ്ദീൻ മാല അടക്കമുള്ള മാലകളെയും മൗലിദുകളെയും കുത്തുബിയത്തുകളെയും എല്ലാം ശിർക്കും കുഫറുമാക്കി കേരളത്തിലേക്ക് കടന്നു വന്ന വഹാബിസത്തിൻ്റെ അതേ ആശയം, അതേ പകർപ്പാണ് ഇവിടെ തബ്ലീഗ് ജമാഅത്തിൻ്റെയും ജമൽ ജമാഅത്തിനും ഉള്ളത്. അതുകൊണ്ട് അവരുടെ വേഷവിധാനങ്ങൾ കണ്ട് അവരുടെ സംസാരം കേട്ട് ഒരിക്കലും അവർ വഹാബികളല്ല, അവർ സുന്നികളാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. അവരുടെ ആശയവും വഹാബികളുടെ മുജാഹിദിൻ്റെ ആശയവും ഒന്നു തന്നെയാണ് എന്ന് മനസ്സിലാക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും.